നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് കെ ശൈലജ രംഗത്തു വരികയാണ്. ശൈലജ CPM വിടുമോ എന്നൊരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട്. സണ്ണി ജോസഫാണ് കെ ശൈലജയെ എതിർ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് അവിടെ വിജയിച്ച് കയറുകയും കെ ശൈലജയെ പരാജയപ്പെടുകയും ചെയ്തത്. എന്നാൽ കെ ശൈലജയെ പരാജയപ്പെടുത്തിയത് ജനങ്ങളല്ല, മനഃപൂർവ്വം പാർട്ടി തന്നെയാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് വരുന്നു. മത്സരിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും നിർബന്ധിച്ച് മത്സരിപ്പിച്ചുവെന്നും ജയിക്കില്ല എന്ന് 100% ഉറപ്പുണ്ടായിട്ടും എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ശൈലജ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടിട്ടും എന്തുകൊണ്ട് അവിടെ തന്നെ മത്സരിപ്പിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച കെ ശൈലജയ്ക്ക് പേരാവൂരിൽ CPIM കോട്ടയിൽ നിന്നുള്ള വോട്ട് പോലും ലഭിച്ചിരുന്നില്ല. പായത്ത് 1500 വോട്ടിന്റെ ഭൂരിപക്ഷം പോലും കെ ശൈലജയ്ക്ക് ലഭിച്ചില്ല. ഇവിടെ നിന്നും 3000-ന് മുകളിൽ വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നാട്ടുകാരിയായ ശൈലജ 13 ബൂത്തുകളിലാണ് പായത്ത് മുന്നിട്ട് നിന്നതെങ്കിൽ സണ്ണി ജോസഫ് 12 ഇടങ്ങളിൽ ലീഡ് ചെയ്തു. CPIM ഭരിക്കുന്ന ഇരിട്ടി നഗരസഭയിലും ശൈലജയെ പിന്നിലാക്കി സണ്ണി ജോസഫ് മുന്നേറി. 2200 വോട്ടിന്റെ മേൽക്കൈയിലാണ് നഗരസഭയിൽ നിന്ന് മാത്രം UDFന് ലഭിച്ചത്. 32 ബൂത്തുകളുള്ള നഗരസഭയിൽ 20-ലും സണ്ണി ജോസഫ് കരുത്തറിയിച്ചു. മുഴക്കുന്ന അതുപോലെ തന്നെ മുടക്കോഴിമല എന്നിവ ഉൾപ്പെടുന്ന മുഴക്കുന്ന പഞ്ചായത്തിലും ശൈലജയ്ക്ക് കാലിടറി. 700 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇവിടെ LDFന് ലഭിച്ചത്. UDFന്റെ പ്രധാന കേന്ദ്രമായ അയ്യൻകുന്നിൽ സണ്ണി ജോസഫ് വൻ മുന്നേറ്റമുണ്ടാക്കി. സമാനമായി 1500ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച പേരാവൂരിലും ശൈലജയ്ക്ക് 300-ൽ താഴെ വോട്ടിന്റെ ലീഡ് മാത്രമേ ഉയർത്താൻ കഴിഞ്ഞുള്ളൂ. പേരാവൂരിലെ 20-ൽ 12 ബൂത്തിലും സണ്ണി ജോസഫ് ശക്തി തെളിയിച്ചു. അതേസമയം ആറളം, കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിൽ യഥാക്രമം 3900, 1477, 1640, 2184 വോട്ടിന്റെ ഭൂരിപക്ഷം UDF നേടി. സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വീണ്ടും വരുന്നതിൽ എതിർപ്പ് CPIയിൽ മാത്രം ഒതുങ്ങുന്നു എന്ന വാർത്ത കൂടി CPIയിൽ നിന്ന് വരികയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ പിണറായിക്കുണ്ട് എന്നാണ് വിവരം. സജി ചെറിയാൻ, KN ബാലഗോപാൽ, P രാജീവ് തുടങ്ങിയവരുൾപ്പെടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം പൂർണ്ണ പിന്തുണ നൽകിയതായാണ് അറിയുന്നത്. പിണറായി വിജയന് താല്പര്യമില്ലെങ്കിൽ മാത്രം മറ്റുള്ളവരെ പരിഗണിക്കുമെന്നാണ് തീരുമാനം. അതേസമയം പ്രതിപക്ഷ നേതാവായി പുതുമുഖം വരണമെന്ന അഭിപ്രായമാണ് LDFിലെ പ്രധാന സഖ്യകക്ഷിയായ CPIക്ക് ഉള്ളത്. അപമാനകരമായ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും മുന്നണിയെ ഇനി നയിക്കേണ്ടത് പുതുമുഖമാണ് എന്നും CPI MP P സന്തോഷ് കുമാർ പ്രസ്താവിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിന് കാരണം എന്തുതന്നെയായാലും ഫലം തന്നെയാണ്. നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് അപമാനകരവും ലജ്ജാകരവുമായ തോൽവിയാണ്. ഇതിൽ പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. സർക്കാരിന്റെ പ്രകടനം ഒരു തരത്തിൽ മികച്ചതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മറ്റു ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. പുതിയ നേതൃത്വമാണ് ഇനി വരേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവായി പിണറായി അല്ല, പുതുമുഖം വേണം വരാൻ. CPI ദേശീയ നേതൃത്വവും ഇതേ നിലപാടിലാണ്. പ്രസ്ഥാനത്തെ നയിക്കാൻ ഇനി പുതിയ മുഖങ്ങൾ വരണമെന്ന് CPI കേന്ദ്ര നേതൃത്വം പറയുന്നു. ഈ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെയും അറിയിക്കും. അപ്രതീക്ഷിതമായി സംഭവിച്ച തോൽവിയുടെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന നിലപാടിലാണ് പാർട്ടിയിലുള്ളത്. ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കാൻ CPIക്ക് അർഹതയുണ്ടെന്നും പാർട്ടി പറയുന്നുണ്ട്. ഈ നിലപാടുകൾ മുന്നണിയിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. ജനവികാരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടയാൾ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത മുന്നണിയെ നയിക്കേണ്ട എന്ന CPM പറയുകയാണ്. എന്നാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. അതൊരു രാഷ്ട്രീയ ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ സാധ്യത ഏറെയാണ്. പ്രതിപക്ഷ ഉപനേതാവായി KN ബാലഗോപാലിനെ ആണ് CPM പരിഗണിക്കുന്നത്. ഈ പദവി CPI ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.